ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദേ ഇന്ന് അമ്മയുടെ പിറന്നാളാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ കോട്ടയത്ത് പുതിയ തൃക്കോവിൽ അമ്പലത്തിലേക്ക് പോവുകയാണ്. ബസ് സ്റ്റോപ്പിലെത്തി കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും ബസ്സൊന്നും നിർത്തുന്നുണ്ടായിരുന്നില്ല. അമ്മയാണെങ്കിൽ അവരെ ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കെ നമുക്ക് റിട്ടേൺ പോകുന്ന ഒരു ഓട്ടോ കിട്ടി. ഓട്ടോയിൽ കയറി കവലയിൽ ഇറങ്ങിയാൽ അവിടുന്ന് നമുക്ക് എപ്പോഴും ബസ് കിട്ടും. എന്നാൽ പിന്നെ അങ്ങനെ പോയേക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ ഓട്ടോയിൽ കയറി. റിട്ടേൺ പോകുന്ന ഓട്ടോ ആയതുകൊണ്ട് നമുക്ക് 20 രൂപയെ പുള്ളിക്ക് കൊടുക്കേണ്ടി വന്നുള്ളൂ. അങ്ങനെ ദേ നമ്മൾ കവലയിലെത്തി. ഇവിടെ ഇറങ്ങി ഒരു 2 മിനിറ്റ് നിന്നപ്പോഴത്തേക്കിനും കോട്ടയത്തിനുള്ള ബസ് കിട്ടി കേട്ടോ. പിന്നെ ബസ്സിൽ കയറി പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരുനക്കര സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങി. അവിടെ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കിനും ബിന്ദു ആൻറ്റിയുടെ ബസ്സും വന്നു. ബിന്ദു ആൻറ്റി നമ്മുടെ കൂടെ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ബിന്ദു ആൻറ്റിയും കൂടെ കൂട്ടി ഞങ്ങളിതേ അമ്പലത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ. തിരുനക്കര അമ്പലത്തിന് സൈഡിലുള്ള വഴിയിലൂടെ കുറച്ചങ്ങോട്ട് നടന്ന് ചെല്ലുമ്പോഴത്തേക്കിനാണ് പുതിയ തൃക്കോവിൽ അമ്പലം. അമ്മയാണെങ്കിൽ മുമ്പേ പോന്നു, കാരണം നവഗ്രഹ പൂജയ്ക്ക് കൊടുക്കണം. താമസിച്ചാൽ അവർ രസീത് എഴുതി തരത്തില്ലെന്ന് പറഞ്ഞ് അമ്മ സ്പീഡിൽ നടന്നു. ഞാനും ബിന്ദു ആൻറ്റിയും പതുക്കെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നടന്നു വന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയപ്പോഴത്തേക്കിനും 10 മണി കഴിഞ്ഞിരുന്നു. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും നിവേദ്യത്തിൻ്റെ ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നേരത്തേക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. പിന്നെ പുറത്തൂടെയൊക്കെ കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നിവേദ്യം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അകത്ത് കയറി തൊഴുതു. ഇനി നവഗ്രഹ പൂജ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് പാൽപ്പായസം കിട്ടൂ. പാൽപ്പായസം കഴിപ്പിച്ചത് അമ്മയുടെ പേരിലാണ്, കാരണം പിറന്നാളുകാരി അമ്മയാണല്ലോ. പാൽപ്പായസം കിട്ടിയ സന്തോഷത്തിൽ അമ്മ ഓടി വരികയാണ്. ചൂട് പാൽപ്പായസമായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. ബിന്ദു ആൻറ്റി ആദ്യം കഴിച്ചു, അത് കഴിഞ്ഞ് അമ്മയും കഴിച്ചു, അത് കഴിഞ്ഞ് ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കി വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാമെന്ന് പറഞ്ഞ് അമ്മ പൊതിഞ്ഞെടുത്തു. ഇങ്ങോട്ട് വന്ന കണക്ക് തന്നെ തിരിച്ച് നടന്നാലേ നമുക്ക് ടൗണിലെത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ പതുക്കെ തിരിച്ച് നടക്കാൻ തുടങ്ങി. നടക്കുന്ന വഴിയിൽ ഒരു വീട്ടിൽ ദേ പ്ലാവ് നിറയെ ചക്ക കിടക്കുന്നു. കുഞ്ഞു പ്ലാവാണ്. അങ്ങനെ നമ്മൾ ചിത്ര സ്റ്റുഡിയോയിലെത്തി. ബിന്ദു ആൻറ്റിക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണമായിരുന്നു. അതിനു വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത്. ഇവിടെ എത്തിയപ്പോഴോ ദേ ഫോട്ടോ ഫ്രെയിമുകളുടെ ഒരു ചാകര തന്നെയുണ്ട്. ഇതാരാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഒരു അരമണിക്കൂർ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം ഫോട്ടോ എടുത്തത് പ്രിൻ്റാക്കി തരണമല്ലോ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ബിന്ദു ആൻറ്റിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് കിട്ടി കേട്ടോ. ഇത് എന്തിനാണെന്ന് അറിയണ്ടേ? ബിന്ദു ആൻറ്റിക്ക് ലൈസൻസ് പുതുക്കാനാണെന്ന് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നാമ്പട സ്റ്റാൻഡിലേക്ക് ബസ് കയറി. നാമ്പട സ്റ്റാൻഡിൽ എത്തിയപ്പോഴത്തേക്കും നമുക്ക് നല്ല ദാഹമുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് വെള്ളം കുടിച്ചേക്കാമെന്ന് ഓർത്ത് ഗോൾഡൻ ബേക്കറി കയറി. മുസംബി ജ്യൂസും ഒരു ചിക്കൻ പപ്സും ഞങ്ങൾ 2 പേരും മേടിച്ചു. അങ്ങനെ അവിടെ ഇരുന്ന് കഴിച്ചു. ബിന്ദു ആൻറ്റി നേരെ ബസ്സിന് കയറി പോയി കേട്ടോ. അവിടെ നിന്ന് പിന്നെ തിരിച്ച് നമുക്ക് മണ്ണർകാടിനുള്ള ബസ്സിന് കയറണം. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കിന് കണ്ട കാഴ്ചയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.